ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റിംഗ് കോച്ച്. ഇന്ന് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് നാം ഉത്കണ്ഠാകുലരാകുമ്പോൾ രക്ഷകർത്താക്കളും സമൂഹവും മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഇന്ന് ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ള 3 വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ADHD വിഭാഗക്കാരാണ്. രണ്ടാമത്തേത് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. മൂന്നാമത്തേത് അമിതമായ പരിഹാസവും അവഗണനയും സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു കൂട്ടരാണ്. നമുക്ക് ADHDയിലോട്ട് പോകാം. അമിതമായ വികൃതി, ദേഷ്യം, വാശി, ശ്രദ്ധക്കുറവ് ഇവയാൽ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന രാസവസ്തുവിൻ്റെ ക്രമീകരണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് ഈ ADHD എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുട്ടിയായിരിക്കുമ്പോൾ കാർട്ടൂൺ അഡിക്റ്റ് ആയിരിക്കും. ഒത്തിരി സമയം കാർട്ടൂണിൻ്റെ മുമ്പിൽ ഇവരിയ്ക്കും. മണിക്കൂറുകളോളം കാർട്ടൂണിൻ്റെ മുമ്പിൽ ഇരിക്കാൻ വാശി കാണിക്കും. ഇത് പതിയെ പാരൻസ് അനുവദിച്ചു കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കാർട്ടൂണിൻ്റെ മുമ്പേ ഇരിക്കുമ്പോൾ ഇവരെ കൊണ്ട് ഒരു ശല്യവും വീട്ടിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടീവായിട്ട് പാരൻസ് നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഓൺലൈൻ ഗെയിമിലോട്ട് പോകും. അതിൻ്റെ അഡിക്ഷനിലോട്ട് ഇവർ കടന്നു ചെല്ലും. ടീനേജ് യൂത്തിലോട്ടൊക്കെ കയറുമ്പോൾ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട്. ADHD വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിലാക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനും കൗൺസിലിങ്ങും അതേപോലെ ബിഹേവിയർ തെറാപ്പിയും ഒക്കെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള പ്രൊഫഷണൽസിൽ നിന്ന്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് ഈ ADHD ഉള്ള കുട്ടികളെ വളരെ ഭംഗിയായിട്ട് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വിഭാഗക്കാർ അന്തർമുഖരായിട്ടുള്ളവരാണ്. അതായത് ഇൻട്രോവേർട്ടിൻ ക്യാരക്ടർ. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോടൊന്നും അധികം ഇടപെടാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം പ്രകടിപ്പിക്കാത്തവർ, അതിലോട്ട് കടന്നു ചെല്ലുവാൻ വിമുഖത കാണിക്കുന്ന കുട്ടികൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സൗഹൃദങ്ങൾ വളരെ കുറവായിരിക്കും. ഇവർ വളർന്ന് ടീനേജിലോട്ടും യൂത്തിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെ ഇവരുടെ ഇടയിൽ ഇവർക്ക് എന്തെങ്കിലും വളരെ വിഷമം ഉള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, ഇവൻ അവരുടെ ഫാമിലി എൻവയോൺമെൻറ്റ് പോലും വളരെ മോശമായിരുന്നാൽ, ഇവരുടെ സ്വയം ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇവർ ലഹരിയുടെ ഉപയോഗത്തിലോട്ട് കടന്നു പോകാനുള്ള സാധ്യത വളരെ. മൂന്നാമത്തെ കൂട്ട് അവഹേളിക്കപ്പെടുന്നവർ. പഠന വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ടോ അംഗപരിമിതി ഉള്ളത് കൊണ്ടോ ഒക്കെ മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നത് കാരണം ഈ സമൂഹത്തിൽ നിന്ന് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന മോശമായ ഒരു സാഹചര്യത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് പതിയെ അവർ ലഹരിയിലോട്ട് കടന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റിലോ അല്ലെങ്കിൽ ഒരു പഗ് മദ്യത്തിലോ ഒക്കെ നിന്നിരുന്ന ലഹരി ഉപയോഗം ഇന്ന് ലഹരികളുടെ പിന്നാലെ നമ്മളെ കുട്ടികൾ പായുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധമായിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ ഉള്ള കുട്ടികളെ പ്രത്യേകിച്ച് പാരൻസ്, അധ്യാപകരൊക്കെ ശ്രദ്ധിക്കുകയും ഇവർക്ക് വേണ്ടിയുള്ള മാനസിക പിന്തുണയും ബിഹേവിയർ മോഡിഫിക്കേഷനും ഉള്ള അവസരങ്ങളും ഒക്കെ ഒരുക്കിയാൽ ഇവരെ നമുക്ക് സമൂഹത്തിൻ്റെ മെയിൻ ധാരയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവരുടെ വ്യക്തി ജീവിതങ്ങൾക്ക് പ്രയോജനമുള്ളവരായിട്ട് അവരെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. എനിക്ക് ഈ സമയം കുട്ടികളോട് പറയുവാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ആദ്യത്തെ 20 വർഷങ്ങൾ നിങ്ങളുടെ കൊഗ്നിറ്റീവ് ബ്രെയിനിനെ സ്ട്രെങ്തൻ ചെയ്യുവാനുള്ള സമയമാണ്. അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ, നിങ്ങളുടെ സോഷ്യൽ കണക്ഷൻസിലൂടെ, നിങ്ങളുടെ ഹാബിറ്റ്സിലൂടെ, നിങ്ങളുടെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഇടപെടലുകളിലൂടെ, നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റുകളിലൂടെയൊക്കെയാണ് ഈ കൊഗ്നിറ്റീവ് ബ്രെയിൻ സ്ട്രെങ്തൻ ചെയ്യുന്നത്. നിങ്ങൾ ഇമോഷണൽ ബ്രെയിൻ 13-14 വയസ്സൊക്കെ ആകുമ്പോൾ സ്ട്രെങ്തൻ ചെയ്തോളൂ. അയാളെ അവിടെ സപ്രസ് ചെയ്ത് നമുക്ക് നല്ലൊരു വ്യക്തിയായിട്ട് ജീവിച്ച് മുന്നേറണമെങ്കിൽ
ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 20 വർഷം നിങ്ങളെ നയിക്കുവാൻ, നിങ്ങൾക്ക് വഴി കാണിക്കുവാൻ, നിങ്ങളോട് ഒപ്പം നിൽക്കുവാൻ, നിങ്ങളുടെ പാരൻസും അധ്യാപകവും വരുമൊക്കെ ഉള്ള ഒരു 20 വർഷമില്ലേ, ആ സമയം നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തരുന്ന ഡിസിപ്ലിൻസ് എല്ലാം നിങ്ങളൊന്ന് പാലിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ബൃഹത്തായിട്ടുള്ള വർഷങ്ങൾ വേറെ ഒരുപാടുണ്ട്. അതെല്ലാം വളരെ സൗഭാഗ്യം നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അലർട്ടായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Stay healthy, be happy. Thank you.